ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ദൈവകരുണയുടെ 4-ാം ദിവസമാണ്, തിങ്കളാഴ്ച. ഇന്ന് കരുണയുടെ ആഴക്കടലിലേക്ക് സമർപ്പിക്കുന്നത് അവിശ്വാസികളുടെയും അജ്ഞാനികളുടെയും ആത്മാവുകളെയാണ്. ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഈ ദിവസങ്ങൾ നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതും മനോഹരവും നമ്മുടെ കൂടെ ഈശോ സജീവമായി നമ്മോടൊപ്പം നടക്കുന്ന ദിവസങ്ങളും അതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കുന്ന ദിവസങ്ങളാണ്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ സഭ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ അതാത് ഓർമ്മകളാണല്ലോ കൊണ്ടുപോകുക. അപ്പോൾ ഈസ്റ്റർ ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞാൽ ഈശോയ്ക്ക് ആകെ കൂടി ഒരു പണിയേ ഉള്ളൂ, നമ്മുടെ കൂടെ നടക്കുക, പലർക്കും പ്രത്യക്ഷപ്പെടുക, അപ്രതീക്ഷിതമായ ഓരോരുത്തരുടെ ജോലിക്കിടയിൽ ഈശോ വരിക. അങ്ങനെ നമ്മുടെ ഇടയിൽ 40 ദിവസം ഈശോ ഓടി നടക്കുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ഒരു ദിവസം 9 ദിവസം പ്രത്യേകമായി നമ്മൾ ദൈവത്തിൻ്റെ കരുണയെ ഓർത്ത് ധ്യാനിക്കുന്ന ദിവസങ്ങൾ കൂടിയാണ്. ഈശോയുടെ വലിയ കരുണയാണല്ലോ ഈശോയുടെ വിലാവിൽ തൊട്ട് നോക്കുന്ന തോമാസ് ലീഹ കാണിച്ചു തന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. കർത്താവിൻ്റെ വലിയ കരുണ ഒഴുകുന്ന ദിവസങ്ങളാണ്. ആ കരുണ ചിലപ്പോൾ പ്രത്യക്ഷീകരണങ്ങളായിട്ടാകാം, തൊട്ടടുത്ത് നിൽക്കുന്ന അനുഭവം തന്നിട്ടാകാം. എങ്ങനെയെങ്കിലും ഈശോയുടെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പ്രത്യേകമായ വിധത്തിൽ ജനിക്കുന്ന നിമിഷം മുതൽ മരണം വരെ നമ്മുടെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിച്ച് ജീവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഉയർപ്പ് കഴിഞ്ഞിട്ടുള്ള 40 ദിവസം നിങ്ങളങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അടുക്കളയിൽ നിൽക്കുമ്പോഴും, അലക്കാൻ നിൽക്കുമ്പോഴും, പിന്നെ കഷ്ണം അരിയുമ്പോഴും ഒക്കെ ഈശോ നമ്മുടെ കൂടെയുണ്ട്. വേദനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ധ്യാനിച്ച് ഈ 40 ദിവസം ഈശോയോട് നമുക്ക് സംസാരിക്കാം. ഇന്ന് ഈശോയോട് നമുക്ക് പറയാം, അവിശ്വാസികളും അജ്ഞാനികളുമായിട്ടുള്ള ആത്മാക്കളെ ഈശോയെ നിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ്. എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ എത്ര ആശ്വാസങ്ങൾ കിട്ടിയാലും ചിലർ വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അതൊരു വലിയ പ്രശ്നമാണ്, ഈ വിശ്വാസം ഇല്ലാത്തത്. വിശ്വാസം ദൈവിക ദാനമാണ്. അത് ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് കിട്ടണം. അപ്പോൾ ഈ അവിശ്വാസികൾക്കും അജ്ഞാനികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ അഗൗരവം നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾക്ക് നമ്മുടെ കുടുംബങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്നവരിലും അതുപോലെ തന്നെ വേറെ വേറെ തിരുസഭയെ വിമർശിക്കുന്ന സെക്റ്റുകളും അവിശ്വാസത്തോടു കൂടി കുർബാനയെ നോക്കുന്നവർ, അങ്ങനെ ഒരുപാട് മക്കളുണ്ട്. നമുക്ക് അവരെയൊക്കെ ഈശോയുടെ കരുണയുടെ ആഴക്കടലിലേക്ക് സമർപ്പിക്കാം. വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ഡയറിയിലൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ ഹൃദയം നോക്കിയപ്പോൾ ഫൗസ്റ്റീനാമ്മ ഒരു കാര്യം പഠിച്ചത്രേ. സ്വർഗത്തിൽ തന്നെ ഒരു സ്വർഗമുണ്ട്, അതെല്ലാവർക്കും ഉള്ളതല്ല, അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം സ്വന്തമാക്കാൻ പറ്റും. ഞാൻ വിചാരിക്കുന്നു സ്വർഗത്തിൽ തന്നെ ഒരു സ്വർഗമുണ്ട്. നമുക്ക് ക്രിസ്ത്യാനി ആയിരിക്കെ തന്നെ വിശ്വാസത്തിൻ്റെ പല തലങ്ങളുണ്ട്. ആഴമുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടണം. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം കിട്ടണമെങ്കിൽ ദൈവത്തോട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ ഫൗസ്റ്റീനമ്മ പറഞ്ഞു, എളിമപ്പെടുത്തലിനേക്കാൾ ഒരാത്മാവിന് സഹായമായിട്ട് വേറെ ഒന്നുമില്ല എന്ന്. എളിമ വേണം. മറ്റുള്ളവർ പറയുന്ന സത്യമായ കാര്യങ്ങൾ എളിമയോടെ വിശ്വസിക്കാൻ പറ്റണം. ഒരിക്കൽ ഫൗസ്റ്റീനമ്മ പറയാണ്, ഒരു സായാഹ്നത്തിൽ അവരുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഒരു സഹോദരി, ഒരു കന്യാസ്ത്രീ ഫൗസ്റ്റീനമ്മയുടെ അടുത്ത് വന്നു.
പലപ്പോഴും അവൾ വരാറുണ്ട്. അങ്ങനെ പലപ്പോഴും വന്നപ്പോഴൊക്കെ ഭയങ്കര സഹനമാണ് കാണിച്ചത്. ഇപ്പോൾ വന്നപ്പോൾ വേദനകളൊക്കെ മാറി നല്ല സന്തോഷത്തിലാണ് വന്നേക്കണത്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഈശോയുടെ ഒപ്പം ഉണ്ട്, സ്വർഗത്തിലാണ് എന്ന്. സ്വർഗമെന്ന് പറഞ്ഞാൽ പല തലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആത്മാവ് പറയുമായിരുന്നു അത്രേ, സിസ്റ്റർ ഫൗസ്റ്റീന ഇങ്ങനെ മരിച്ചുപോയ ആളുകൾ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ മദർ ജനറൽ സംശയിച്ചു. അതുകൊണ്ട് ദൈവം ആ മഠത്തിന് ദുരിതങ്ങളിൽ ആഴ്ത്തിയിരിക്കുകയായിരുന്നു അത്രേ. അപ്പോൾ ആ മഠത്തിൽ കുറച്ച് ദുരിതങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രാർത്ഥിക്കുക തന്നെ. അപ്പോൾ ഈ ആത്മാവ് വന്നിട്ട് പറയാണ്, ഫൗസ്റ്റീന, നീ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇവർ അവിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഭവനത്തിന് ഇത്ര ദുരിതങ്ങൾ വന്നത്. ഇപ്പോൾ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, അതുകൊണ്ട് അതിൻ്റെ അടയാളമായിട്ട് ഞാൻ ഈ ഭവനത്തെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഫൗസ്റ്റീനയെ ഗാഢമായ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പോകണം. അപ്പോൾ ഫൗസ്റ്റീനമ്മ പറയാണ്, പുണ്യവാന്മാരുടെ ഐക്യം എന്നത് എനിക്കിപ്പോൾ മനസ്സിലായി. ലോകത്തിലുള്ളവരും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളും സ്വർഗത്തിലുള്ളവരും. എന്നിട്ട് ഫൗസ്റ്റീനമ്മ പറയാണ്, ദൈവം എന്നോട് പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ ചിലർ അത് അവിശ്വസിക്കുകയും ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിശ്വസിച്ചവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ കർത്താവ് കൊടുക്കുന്നത് ഫൗസ്റ്റീനാമ്മയ്ക്ക് മനസ്സിലായി. ശ്രദ്ധിച്ച് കേൾക്കണേ, സത്യമായിട്ടുള്ളൊരു കാര്യം അവിശ്വസിച്ചിട്ട് ദൈവത്തെ പരീക്ഷിക്കുക, കളിയാക്കുക, അങ്ങനെ അത് തെറ്റാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല അനർത്ഥങ്ങളും ദൈവം കൊടുക്കും. പക്ഷേ എന്താണ് കാര്യമെന്ന് അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് ഈ കൃപയില്ലല്ലോ. അപ്പോൾ അവർ പറയും, കുടുംബത്തെ എന്താണോ ഇങ്ങനെ അനർത്ഥങ്ങൾ, എത്ര പ്രാർത്ഥിച്ചിട്ടും ശരിയാവണില്ല, എന്താ ഇങ്ങനെ ഞങ്ങൾക്ക് തകർച്ച, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സത്യമായ കാര്യങ്ങളെ അവിശ്വാസത്തോടെ നോക്കുകയോ ഹൃദയത്തിൽ അവരെ മുറുമുറുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുടുംബത്തിൽ കുറേ തകർച്ചകൾ വരുന്നത് ഫൗസ്റ്റീനമ്മ പറയുകയാണ്. പക്ഷേ ചില വൈദികർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അൽമായർക്കോ അല്ലെങ്കിൽ വൈദികർക്കോ കന്യാസ്ത്രീകൾക്കോ ഒക്കെ ഉണ്ടാകുമ്പോൾ ചില വൈദികർ അതിനെ സംശയത്തോടു കൂടെ വീക്ഷിക്കുന്നത് അത് ദൈവത്തെ നിഷേധിക്കാനല്ല, കളിയാക്കാനല്ല, ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാനാണ് അവർ അപ്പം തന്നെ അത് വിശ്വസിക്കാത്തത്. നമ്മുടെ സഭ അങ്ങനെയാണ്, തിരുസഭ. എന്തെങ്കിലും സ്വർഗീയ അടയാളങ്ങൾ വരുമ്പോൾ അത് വർഷങ്ങളോളം പഠിക്കാൻ വേണ്ടി സഭ നിശബ്ദമായിരിക്കും. വൈദികരൊക്കെ അതിനെ നോക്കിക്കൊണ്ടിരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് കൃപ തന്നെയാണോ, അതോ സാത്താൻ്റെ പ്രവർത്തനമാണോ, അതോ മനസ്സിൻ്റെ ചില പരിവർത്തനങ്ങളാണോ എന്നൊക്കെ നോക്കാൻ നിശ്ചയിക്കപ്പെട്ട വൈദികർ അതിനെ നോക്കി വീക്ഷിച്ചു കൊണ്ടിരിക്കും. അത് സത്യമാണെന്ന് ബോധ്യമാകുന്നത് വരെ ആ വൈദികർ അല്ലെങ്കിൽ സഭാധികാരികൾ അത് അപ്പാടെ വിശ്വസിക്കില്ല. ആ അവിശ്വാസം ഒരിക്കലും പാപമല്ല, അതിനെ പ്രതി ഒരു ശിക്ഷയുമില്ല. കാരണം അത് ശരിയാണോ എന്ന് നോക്കി അതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കി ശരിയാണെങ്കിൽ കൂടുതൽ ദൈവൈക്യത്തിലേക്ക് എത്തിക്കാനാണ് അവർ ഇങ്ങനെ അവിശ്വസിക്കുന്നത്. ഫൗസ്റ്റീനമ്മ പറയാണ്, രണ്ട് തരം അവിശ്വാസമുണ്ട്. പൂർണ്ണമായ ബോധ്യങ്ങളും തെളിവുകളും ഉള്ളൊരു കാര്യം മഠത്തിൽ ഫൗസ്റ്റീനാമ്മയ്ക്ക് സംഭവിച്ചിട്ടും അത് അവിശ്വസിക്കുകയും അതിനെ നിഷേധിക്കുകയും അങ്ങനെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ മഠത്തിന് തന്നെ ദുരിതം വെച്ചു എന്നാണ് ഫൗസ്റ്റീന പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, ദൈവീക അനുഭവങ്ങൾ ആർക്കുണ്ടാകുമ്പോഴും അതിനെ നിശബ്ദതയോടെ നോക്കണം. ഒന്നുകിൽ ദൈവത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സാത്താനിൽ നിന്നായിരിക്കും. അത് തിരിച്ചറിയുവാൻ വേണ്ടി കാത്തിരിക്കണം. നല്ല അടയാളങ്ങളാണെങ്കിൽ അത് ധാരാളം ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് അവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇതിൽ നിന്നും ഫൗസ്റ്റീനാമ്മ നമ്മളോട് പറയുന്നത്. അതിന് നമുക്ക് എളിമ വേണം. നമ്മുടെ ഈ ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൃപകൾ കിട്ടുമ്പോൾ ഉടനടി അതിനെന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് അതിനെന്തെങ്കിലും കുറ്റങ്ങൾ പറഞ്ഞ്
അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമോ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ആവശ്യമില്ലാതെ നമ്മൾ അവിശ്വസിച്ച്, ആ അവിശ്വാസം നന്മയ്ക്കല്ല, അങ്ങനെയുള്ള അവിശ്വാസത്തെ എടുത്തു മാറ്റാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എന്നാൽ എല്ലാ അടയാളങ്ങളും അപ്പാടെ വിശ്വസിക്കരുത് എന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. തിരുസഭ നമുക്ക് അതിൻ്റെ ഒരു തിരിച്ചറിവ് നൽകും. നമ്മൾ തിരുസഭയുടെ കീഴിലായതുകൊണ്ട് നമുക്ക് ഒട്ടും ഭയപ്പെടേണ്ട. ദൈവീകമായ കാര്യങ്ങളാണെങ്കിൽ സഭ തന്നെ അതിനെ അംഗീകരിക്കും. അങ്ങനെ അത് ദൈവത്തിലേക്ക് ഉയർത്തുകയും ചെയ്യും. നമുക്ക് അടയാളങ്ങൾ കിട്ടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധരായ കന്യാസ്ത്രീകളെയും വിശുദ്ധരായ വൈദികരെയും ഒക്കെ അടയാളങ്ങൾ കിട്ടുന്നവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ദൈവത്തിൽ നിന്നാണെങ്കിൽ അത് ഫലം ചെയ്യട്ടെ, അല്ലെങ്കിൽ അതിന് തിരിച്ചറിവ് അവർക്ക് കൊടുക്കട്ടെ എന്ന്. പ്രിയ കൂട്ടുകാരെ, ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത, നമ്മുടെ കർത്താവ്, നമ്മുടെ ഈശോ, ഉത്തിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുള്ളപ്പോൾ കുറേ സഹനങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ ഞാനും ഒരു സഹനത്തിലാണ്. ഈ ഓഡിയോ ഇടുമ്പോഴും കണ്ണടച്ചിരുന്നാണ് ഇടുന്നത്. ഈ ദിവസങ്ങളിൽ ചെക്കപ്പും ടെസ്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഓടി നടക്കുകയാണ്. കടുത്ത തലവേദനയാണ്. അത് എവിടെ നിന്നും എങ്ങനെ നിന്നും വരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കലാണ് ഇപ്പോഴത്തെ പണി. എന്തായാലും എല്ലാ സംസാരങ്ങളും കുറച്ച് ഓഡിയോ ഇടാൻ മാത്രം ഞാൻ ശക്തി സംഭരിച്ചിട്ടാണ് ഈ ഓഡിയോ ഇടുന്നത്. പ്രിയ കൂട്ടുകാരെ, ഈ സഹനത്തിൻ്റെ ഉള്ളിലും എന്നോട് പല പുരോഹിതന്മാരും സിസ്റ്റേഴ്സും എന്നെ കാണാൻ വരുന്ന അൽമായ സഹോദരങ്ങളും എൻ്റെ റൂമിൽ വന്നിട്ട് ചോദിക്കും, ചേച്ചിക്ക് ഇങ്ങനെ സമാധാനത്തിൽ സംസാരിക്കാൻ പറ്റണേ? ഇത്രയും സഹനം എടുത്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ സഹനം കണ്ണടച്ച് തുറക്കാൻ പറ്റുന്നില്ല. അവർ പറയും, ഈശോ കൂടെ ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ? പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഈശോ നമ്മുടെ കൂടെ വന്നാൽ, കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു സഹനം ഉണ്ടാവില്ല എന്നല്ല തെറ്റിദ്ധരിക്കേണ്ടത്. ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ശരിക്കും ഈശോ ആശ്വസിപ്പിക്കണമെങ്കിൽ ഈശോയുടെ സഹനം നമുക്ക് വെച്ച് തരും. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാതെ എത്ര ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു മാറ്റവും, എങ്ങനെ ഇത് സഹിക്കും, മതി, ഇതല്ല ചിന്ത. പീഡാനുഭവങ്ങളിലൂടെ ഉത്തിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ കർത്താവ് ആ കുരിശ് നമ്മുടെ തോളിൽ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കും. നമുക്ക് നല്ല സഹനം ഉണ്ടാവും, പക്ഷേ അതിന് ഒരു ഉയർപ്പും ഉണ്ടാകും. നമുക്ക് ഓർത്തിരിക്കാം, നമ്മുടെ പൊന്നു കർത്താവ്, നമ്മുടെ ഈശോ ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ സജീവ സാന്നിധ്യത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. ഈശോ അപ്പസ്തോലന്മാരിൽ പലർക്കും എമ്മാവസിലേക്ക് പോയവരുടെ കൂടിയും അതുപോലെ പല വൃദ്ധ സ്ത്രീകളുടെ അടുത്തും ഒക്കെ പെട്ടെന്ന് അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. അതൊരു സർപ്രൈസ് വിസിറ്റാണ്. ചിലരൊക്കെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വാ പൊളിച്ച് നിൽക്കുകയാണ് ഈശോനെ കാണുമ്പോൾ. നമുക്ക് നമ്മുടെ ആത്മാവിൽ ആ വിശ്വാസം ഉറപ്പിക്കാം. നമ്മുടെ കൂടെ ഈശോയുണ്ട്, ഓരോ അടികളിലും നമ്മുടെ ഒപ്പമുണ്ട് ഈശോ എന്ന്. ഇന്ന് 4-ാം ദിവസത്തെ പ്രാർത്ഥന ചൊല്ലാം. ഇന്ന് എല്ലാ അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും എൻ്റെ പക്കൽ കൊണ്ടുവരിക. എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് ഞാൻ അവരെപ്പറ്റി ചിന്തിച്ചിരുന്നു. അവർക്ക് ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ വേദനിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. എൻ്റെ കരുണയുടെ കടലിൽ അവരെ മുക്കിയെടുക്കുക. എത്രയോ ആർദ്രവാനായ യേശുവേ, അങ്ങ് സമസ്ത ലോകത്തിൻ്റെയും ദീപമാണല്ലോ. ഇനിയും അങ്ങയെ അറിയാത്തവരുടെയും അവിശ്വാസികളുടെയും ആത്മാക്കളെ അങ്ങയുടെ എത്ര അനുകമ്പയുള്ള തിരുഹൃദയത്തിൽ സ്വീകരിച്ച് അഭയം കൊടുത്താലും അങ്ങയുടെ വരപ്രസാദ കതിരുകളാൽ അവരെ പ്രകാശിപ്പിക്കുകയും അതുവഴി അവരും ഞങ്ങളോട് ഒത്തുചേർന്ന് അങ്ങയുടെ അത്ഭുതകരമായ കാരുണ്യത്തെ സ്തുതിക്കട്ടെ. നിത്യപിതാവേ, യേശുവിൻ്റെ എത്രയും ആർദ്രതയുള്ള തിരുഹൃദയത്താൽ ആവരണം ചെയ്യപ്പെട്ട അവിശ്വാസികളുടെയും ഇതുവരെ അങ്ങയെ അറിയാത്ത ആത്മാക്കളുടെയും മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെല്ലാവരെയും ആനയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നത് എത്ര വലിയ ആനന്ദവും സന്തോഷവും ആശ്വാസവുമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല. ഇവർക്കും അങ്ങയുടെ കരുണാസമൃദ്ധിയെ എപ്പോഴും
ഇപ്പോഴും എന്നേക്കും പാടി സ്തുതിക്കുവാൻ ഇടയാക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഇതിനുശേഷം ദൈവകരുണയുടെ ലുത്തിനിയെ ചൊല്ലണം. ദൈവകരുണയുടെ ജപമാലയും ചൊല്ലണം. സകല അവിശ്വാസികളെ, അജ്ഞാനികളെ നമുക്ക് ഇന്ന് പ്രത്യേകമായി ഓർക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ നമ്മളെ അവിശ്വസിക്കും. നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ നമ്മളെ സംശയത്തോടെ വീക്ഷിക്കും. അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സംശയത്തോടെ പറയും, ഇതൊക്കെ ശരിയാണോ? എത്ര സത്യമായിട്ട് കാര്യങ്ങൾ വന്നാലും ചിലർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അത് വലിയ ഒരു പരിതാപകരമായ അവസ്ഥയാണത്. കാരണം വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അത് വിചാരിച്ച എല്ലാ അടയാളങ്ങളും വിശ്വസിക്കണമെന്നില്ല. ചിലപ്പോൾ നല്ല അടയാളങ്ങളെ, നല്ല പ്രാർത്ഥനകളെ ഇത് ചെകുത്താനാണ് എന്ന് പറഞ്ഞ് അപലപിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെയാകാം ഒരു സംശയത്തിൻ്റെ പേരിൽ എല്ലായിടത്തും സ്പ്രെഡാക്കുന്നത് അവിടെ ചെകുത്താനാണ് എന്ന്, അവിടുത്തെ പ്രാർത്ഥന ശരിയല്ല എന്ന് പരസ്യമായിട്ട് പരാതിപ്പെടുന്നവരുണ്ട്. അവരുടെ കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥനകളും അടയാളങ്ങളും സത്യമാണെങ്കിൽ അങ്ങനെ അപവാദം പറഞ്ഞവരുടെ കുടുംബങ്ങളിൽ കർത്താവ് അനർത്ഥങ്ങളും സമാധാനക്കേടും അവരുടെ കുടുംബത്തിൽ തന്നെ അസ്വസ്ഥതകളും വരുത്തുന്നത് നമുക്ക് കാണാം. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണെന്ന്. കാരണം അവർ അവിശ്വാസികളും അജ്ഞാനികളുമാണ്. അങ്ങനെയുള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ പുറത്ത്, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ ചുറ്റുവട്ടത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെയെല്ലാം നമുക്ക് ഈ കരുണയുടെ ആഴക്കടലിലേക്ക് സമർപ്പിക്കാം. ദൈവം അവർക്ക് വിശ്വാസം, തിരിച്ചറിവ്, പക്വത എന്ന വരം കൊടുക്കട്ടെ. ദൈവം നമ്മെയും അവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.